നമസ്കാരം. ഇനി കഷ്ടി 2 ആഴ്ച കൂടി മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ. എല്ലാവരും വിജയപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആർക്കും അമിതമായ വിജയപ്രതീക്ഷയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഭൂരിപക്ഷം പേരും UDF അധികാരത്തിൽ എത്തുമെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് വരെ ഭൂരിപക്ഷം പേരും LDF അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. LDF അധികാരത്തിൽ വന്നാലും UDF അധികാരത്തിൽ വന്നാലും ഭൂരിപക്ഷം കുറവായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവും എന്ന് പ്രതീക്ഷിക്കുന്ന രമേശ് ചെന്നിത്തല പോലും തൻ്റെ അടുപ്പക്കാരോടെ 75-80 സീറ്റിനപ്പുറത്തേക്ക് കിട്ടില്ല എന്ന് പറയുന്നതായി റിപ്പോർട്ടുണ്ട്. VD സതീശൻ 100 സീറ്റിലധികം എന്ന് പറയുമ്പോഴും 85 സീറ്റിലധികം കണക്ക് കൂട്ടുന്നില്ല. CPIM വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുമ്പോഴും 75 സീറ്റിലധികം പ്രതീക്ഷിക്കുന്നില്ല. മറുനാടൻ്റെ ഫീൽഡ് സർവേ വ്യക്തമാക്കിയത് 81 സീറ്റുകൾ കിട്ടുമെന്നാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഫീൽഡിലെ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. UDFൻ്റെ വിജയം അത്ര നിസ്സാരമായിരിക്കില്ല. 90 സീറ്റിലധികം ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിന് 2 കാരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, അതിശക്തമായ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചു എന്നത് വാസ്തവമാണ്. പിണറായിയുടെ മുഖം കണ്ടാൽ വോട്ട് ചെയ്യാത്ത അവസ്ഥ. വിവരമുള്ള ചില LDF സ്ഥാനാർത്ഥികൾ ബോധപൂർവം പിണറായിയുടെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഒഴിവാക്കി. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. എറണാകുളത്തു നിന്നും പറവൂർക്ക് പോകുന്ന ചേരാനെല്ലൂർ ഭാഗത്തുകൂടി കടന്നുപോയ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു ശബ്ദരേഖയും അതോടൊപ്പം അദ്ദേഹം എനിക്ക് അയച്ചു തന്ന വീഡിയോയും കാണുക. ഒരു ഫ്രെയിമിൽ 5 ഹോർഡിങ്സുകൾ. പൊന്നു ഷാഹിൻ സാറേ, പറയാതിരിക്കാൻ വയ്യ. അതൊക്കെ ഭയങ്കര അക്രമമാണ് കേട്ടോ. ഒറ്റ ഒരു ഫ്രെയിമിലാണ് ഈ 5-6 ഹോർഡിങ്. അതിൽ അവസാനം ആ വീഡിയോ കാണുമ്പോൾ സാറിന് മനസ്സിലാവും. ആ അവസാനം കാണുന്ന സാധനം ഒരു 4 സൈഡുള്ള ഒരു ക്യൂബാണത്. ഇത് ചേരാനെല്ലൂർ ജംഗ്ഷനാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് നമ്മള് പറവൂര് പോണ വഴിക്കുള്ള ആ കണ്ടെയ്നർ റോഡിന്റെ സിഗ്നൽ ആ ജംഗ്ഷനാണ്. നമ്മൾ ലുലു കഴിഞ്ഞ് വന്നു വരുമ്പോ കാണുന്ന സീനാണ്. അക്രമം എന്ന് പറഞ്ഞാണ്ടല്ലോ, എത്ര പൈസ ആണെന്നറിയാം. ഒറ്റ ബോർഡ് മതി അവിടെ, അത് ഇനി കാണാനാണെങ്കിൽ തന്നെ. ഇതില് ഏറ്റവും വലിയൊരു കോമഡി എന്താന്ന് വെച്ചാല്, ഒരു 2 ദിവസം മുന്നേ നമ്മുടെ ഒരാള് ഒരു വിദേശ വനിതേനെ കൊണ്ട് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയി. പുള്ളിക്കാരി അത്താണിയം കണ്ടെത്തിയപ്പോ ഈ പടം കണ്ട് ചോദിച്ചത് ഹൂ ഈസ് ദിസ് പേഴ്സൺ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ഇവിടുത്തെ CM ആണെന്ന് ചോദിച്ചു. പുള്ളി എടുത്ത വഴിക്ക് ചോദിച്ചെന്നറിയോ, അവർ എക്സ്പയർ ആയോന്ന്. ആൾക്കാരോ വിദേശത്ത് വരുന്നത് തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ അവർ എക്സ്പയർ ആയെന്ന് വെച്ചാൽ അല്ലല്ല, അപ്പൊ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട്. അപ്പൊ ഇലക്ഷൻ എന്താണ് CMന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ അവർക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുള്ളി വിശദീകരിച്ചു കൊടുത്തു. പക്ഷെ അവര് അത് ആക്സെപ്റ്റ് ചെയ്യണ പോലും ഇല്ലെന്നാ പറഞ്ഞേ. അങ്ങനെ എന്തിനങ്ങനെ ചെയ്യണം? അയാൾ നല്ല ഭരണാധികാരിയാണെങ്കിൽ അയാൾ ജനങ്ങൾ തെരഞ്ഞെടുക്കുമല്ലോ, എന്തിന് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരത് സമ്മതിക്കണേ ഇല്ല. ഏതായാലും ഭയങ്കര അക്രമമായി പോയി. നോക്കൂ, ഈ ചിത്രം കണ്ടിട്ട് ഒരു സഞ്ചാരിയായ മദാമ ചോദിക്കുകയാണ്, ഇയാൾ ആരാണ്, മരിച്ചുപോയോ എന്ന്. ഇത്തരത്തിൽ രാഷ്ട്രീയം അറിയാത്തവരെ പോലും വെറുപ്പിക്കുന്ന തരത്തിൽ പിണറായിയുടെ കട്ടൗട്ടുകൾ എത്ര വോട്ട് നഷ്ടപ്പെടുത്തി എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും CPM പ്രത്യേകം ഒരു സമിതിയെ വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. അമിതമായാൽ അമൃതും വിഷം എന്നതിൻ്റെ ഉദാഹരണമാണ് പിണറായിയുടെ അതിര് കവിഞ്ഞ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും. പിണറായി വിജയനോടുള്ള സാധാരണ മനുഷ്യർക്ക് പോലും ഉണ്ടായ വിരോധം അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പങ്ക് വഹിക്കും ഇടതു തോൽവിക്ക്. അടിവരയിട്ട് പറയട്ടെ, പിണറായി വിരുദ്ധ വികാരമാണ്, ഭരണവിരുദ്ധ വികാരമല്ല കേരളത്തിൽ ഇത്തവണ നിറഞ്ഞു നിന്നത്. രണ്ടാമത്തേത് മുസ്ലിം ധ്രുവീകരണമാണ്. മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കിക്കൊടുത്തതും പിണറായിയാണ്. മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുക, മലപ്പുറത്തെ മോശമാക്കുന്ന തരത്തിൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുക, മുസ്ലിം സമുദായത്തെ തള്ളിപ്പറയുക, പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടി VS അച്യുതാനന്ദനെ അപമാനിക്കാൻ ദേശാഭിമാനിക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ദീപിക ദിനപത്രം കളങ്കിതനായ ഫാരീസ് അബൂബക്കറെ കൊണ്ട് വില കൊടുത്ത് വാങ്ങിപ്പിച്ച് ചീത്ത വിളിപ്പിച്ചതുപോലെ തനിക്ക് നേരിട്ട് പറയാൻ പ്രയാസമുള്ളതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ വാടകയ്ക്കെടുത്ത് പറയിപ്പിക്കുക തുടങ്ങിയ പ്രക്രിയകളൊക്കെ വലിയ തോതിൽ മുസ്ലിം സമൂഹത്തിൽ ആശയക്കുഴപ്പത്തിനും വലിയ തോതിലുള്ള പിണറായി CPM വിരോധത്തിനും കാരണമായി. ഈ 2 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനമുണ്ടാക്കും. സമാനമായ ഒരു തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആരെങ്കിലും കരുതിയിരുന്നോ 2019 ഇത്രയും ഭയാനകമായ തോൽവി CPMനെ നേരിടേണ്ടി വരുമെന്ന്?
ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് CPM ജയിച്ചത്. 19 സീറ്റിലും UDF ജയിച്ചു. അതൊരൊറ്റ കാരണം കൊണ്ടാണ് രാഹുൽ ഗാന്ധി സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച് മോദി വിരുദ്ധ മുസ്ലിം ജനത ഒരുമിച്ച് നിന്നു. അതേ മുസ്ലിം ധ്രുവീകരണമാണ് ഇവിടെ പിണറായിക്കെതിരെ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാം, കാസർഗോഡ് മുതൽ ഇടുക്കി വരെ, പാലക്കാടും തൃശ്ശൂരും ഒഴിച്ചാൽ എല്ലാ ജില്ലകളിലും അതിദയനീയമായി CPM പരാജയപ്പെടും. ഇടുക്കി കഴിഞ്ഞാലും കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ മെച്ചത്തിൽ 2-3 സീറ്റിൽ പിടിച്ചു നിൽക്കുമെന്നല്ലാതെ ഗുണമൊന്നുമില്ല. പത്തനംതിട്ടയിൽ ഭൂരിപക്ഷം UDF-നായിരിക്കും. ആലപ്പുഴയിൽ UDF 3 ഇരട്ടി വർധനമുണ്ടാക്കും. കൊല്ലത്ത് UDF-നായിരിക്കും ഭൂരിപക്ഷം സീറ്റുകൾ. ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്ത് മാത്രമായിരിക്കും CPM പിടിച്ചു നിൽക്കുന്നത്. കാസർഗോഡ് 5 സീറ്റുകളിൽ 3 കഴിഞ്ഞ കുറേ കാലമായി CPM-ൻ്റെതാണ്. അത് കുറി 2 പരിമിതപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തിനേറെ തൃക്കരിപ്പൂരിൽ പോലും CPM-ന് ഭീഷണിയാണ്. തൃക്കരിപ്പൂർ CPM-ന് നഷ്ടപ്പെടുമെന്ന് ആർക്കെങ്കിലും കരുതാൻ കഴിയുമോ? എന്നാൽ വാസ്തവം അതാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായി, എന്നാൽ അതിതീവ്രമല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന K. അബ്ബാസിന്റെ പോസ്റ്റ് എങ്ങനെയാണ്? തൃക്കരിപ്പൂരിൽ ഐക്യമുന്നണി വിജയം പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ ബലാബലത്തിനാണ്. കോൺഗ്രസിനും ലീഗിനും ഒരുപോലെ ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം. നേരിടുന്നത് CPIM ഏതാണ്ട് ഒറ്റയ്ക്ക്. ഇടതുമുന്നണിയിൽ മറ്റൊരു കക്ഷിക്കും ആൾബലമില്ല. EK നായനാരുടെ കാലത്ത് 5 CPM-മാരെ തീയിട്ട് കൊലപ്പെടുത്തിയ സ്ഥലം. 2 സഹോദരങ്ങളുടെ ജീവൻ കൊടുത്തും കോൺഗ്രസ് ചെറുത്തു നിന്ന മണ്ഡലം. കോൺഗ്രസിന്റെ ശേഷി എത്രത്തോളം ഊഹിക്കാം. എന്നാൽ CPM-ലെ ഡോക്ടർ VP മുസ്തഫയ്ക്ക് വ്യക്തിബന്ധങ്ങളേറെയുണ്ട്. അതിനെ തകർക്കാൻ ഐക്യമുന്നണിക്ക് കഴിഞ്ഞു. പള്ളിയിൽ പോകാത്തയാൾ എന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരണം. 1,67,315 പേർ വോട്ട് രേഖപ്പെടുത്തി. ഏതാണ്ട് 43,000 പേർ വിട്ടുനിന്നു. ഇതിൽ ഭൂരിപക്ഷം ഐക്യമുന്നണിയുടേതാകുമെന്നാണ് ഇടത് പ്രതീക്ഷ. ആയിരക്കണക്കിന് ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഫലസ്തീന് വേണ്ടി എന്തിനിവിടെ പ്രകടനം നടത്തണം എന്ന് ചോദിച്ച പാലക്കാട്ടെ സ്ഥാനാർത്ഥിയോടെ അതേ രാഷ്ട്രീയ ബോധമുള്ള ആളാണെങ്കിലും ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ലീഗും ജമാഅത്തും കൈമറന്ന് പ്രവർത്തിച്ചു. മുസ്തഫയ്ക്കെതിരെ സാമുദായിക വികാരം ഇളക്കിവിടുകയും ചെയ്തു. മലബാറിൽ മിക്കയിടത്തും ഇതേ ശൈലിയായിരുന്നു, ഇതേ പാറ്റേൺ. തൃക്കരിപ്പൂരിൽ മുസ്തഫ തോറ്റാൽ കണ്ണൂർ ഒഴികെ മലബാറിലെ മിക്ക മണ്ഡലങ്ങളിലും ഇതാണ് അടിയൊഴുക്കെന്ന് ഉറപ്പിക്കാം. അപ്ഡേറ്റ് പ്രവാചക നിന്ദ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദിൽ പ്രവർത്തിക്കുന്ന ലീഗുകാരും നടത്തിയിട്ടുണ്ട്. ഉദാഹരണം ഷാജി, നിങ്ങൾ പിന്തുണയ്ക്കുന്നല്ലോ. അപ്ഡേറ്റ് 2 നിരീശ്വരവാദമാണ് പ്രശ്നമെങ്കിൽ നിങ്ങളെങ്ങനെ നെഹ്റുവിൻ നിരീശ്വരവാദികൾക്ക് ജയ് വിളിക്കും? അപ്ഡേറ്റ് 3 പോസ്റ്റുകൾ ലീഗ് വിരോധം കൊണ്ടോ കോൺഗ്രസ് വിരോധം കൊണ്ടോ അല്ല. എൻ്റെ ജില്ലയിൽ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഓരോ മണ്ഡലം വെച്ച് നോക്കുകയാണ്. മിക്ക പെയിൻറ്റുകളും ലീഗുകാരിൽ നിന്ന് കിട്ടിയതും എൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനം രാഷ്ട്രീയം വേറെ മതം വേറെ. എന്ന് വെച്ചാൽ ഇടതുമുന്നണി വിജയിക്കും എന്ന് പറയുന്ന ഈ അബ്ബാസ് പറയുന്നു തൃക്കരിപ്പൂരിൽ ഒരുപക്ഷെ LDF തോറ്റാലും അത്ഭുതപ്പെടേണ്ടെന്ന്. ഇതേ ആത്മവിശ്വാസം സന്ദീപ് വാര്യരുടെ വാക്കിലുമുണ്ട്. തൃക്കരിപ്പൂരിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ മലബാറിലെ കാര്യം പറയേണ്ടതുണ്ടോ? കണ്ണൂരിൽ UDF-നുള്ളത് 2 സീറ്റാണ്, പേരാവൂരും ഇരിക്കൂറും. എന്നാൽ ഇക്കുറി അതിനൊപ്പം കണ്ണൂരും അഴീക്കോടും കൂത്തുപറമ്പും തളിപ്പറമ്പും ഒക്കെ കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. CPM-ന് ഒരിക്കലും നഷ്ടപ്പെടാത്ത സീറ്റുകൾ പോലും ഇക്കുറി UDF-ന് അനുകൂലമാണ് എന്ന് ഗ്രൗണ്ട് റിയാലിറ്റി പറയുന്നു. കോഴിക്കോടിൻ്റെ കാര്യം പറയുകയേ വേണ്ട. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ UDF-നൊപ്പം നിൽക്കുന്നത് ഇപ്പോൾ 2 മണ്ഡലങ്ങളാണ്, കൊടുവള്ളിയും വടകരയും. എന്നാൽ ഇക്കുറി 10 മണ്ഡലങ്ങളിലും UDF-നാണ് വിജയസാധ്യത. മറുനാടൻ്റെ സർവേയൊക്കെ മറികടക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റിയാണത്. ഏലത്തൂരിലും ബേപ്പൂരിലും ബാലുശ്ശേരിയിലും മാത്രമാണ് LDF-ന് വലിയ മുൻകൈയുള്ളത്. ഇവിടെ പോലും അട്ടിമറി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സാധാരണഗതിക്ക് ഇത്തരം മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്നവർ വിജയപ്രതീക്ഷയില്ലാതാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ കോളിളക്കം ബാലുശ്ശേരിയിലെ സച്ചിൻ ദേവിൻ്റെ ഇമേജിന് കോട്ടം തട്ടുകയും അവിടെ മാറ്റത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഏറെയാണ്. വിദ്യാ ബാലകൃഷ്ണൻ ഏലത്തൂരിൽ എഴുന്നേറ്റ് നടക്കാൻ നിവൃത്തിയില്ലാത്ത മന്ത്രി ശശീന്ദ്രനെ തോൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ചില്ലറയല്ല. PV അൻവറിന്റെ പടയോട്ടം ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന് പണിയാകുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അത്തരം അട്ടിമറിയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഈ 3 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും, അതേ മറുനാടൻ സർവേയിൽ പറഞ്ഞ കോഴിക്കോട് നോർത്തും കൊയിലാണ്ടിയും അടക്കമുള്ള ഒട്ടുമിക്ക ഇടങ്ങളിലും UDF വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത്രമാത്രം ആത്മവിശ്വാസം UDF നേതാക്കൾക്ക് അവിടെയുണ്ട് എന്നതാണ് വാസ്തവം. ഏതാണ്ട് 30,000-ഓളം വോട്ടിന് കഴിഞ്ഞ തവണ LDF ജയിച്ച പേരാമ്പ്രയെ ഫാത്തിമ തെഹ്ല എന്ന യുവ വനിതാ നേതാവ് അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു. ഫാത്തിമയ്ക്ക് അനുകൂലമായ ഒരു വലിയ വികാരം തന്നെ പേരാമ്പ്രയിൽ രൂപപ്പെട്ടു. അതുകൊണ്ടാണ് ഭയന്നുപോയ CPIM കാഫീർ സ്ക്രീൻഷോട്ട് മാതൃകയിൽ ഫാത്തിമയെ വർഗീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി പറയുന്നത് ഫാത്തിമ തെഹ്ലിയ ഒരുപക്ഷെ പേരാമ്പ്ര കീഴടക്കുമെന്നാണ്.
ഇത്തരത്തിൽ CPM-ന്റെ കോട്ടകൾ മുഴുവൻ ഇളക്കുന്ന ഒരു ചലനം എറണാകുളം മുതൽ അങ്ങ് കാസർഗോഡ് വരെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. എറണാകുളത്ത് ഇപ്പോഴും UDF-നാണ് മുൻതൂക്കമെങ്കിലും ഇക്കുറി എല്ലാ സീറ്റുകളും നഷ്ടപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കളമശ്ശേരിയിലും വൈപ്പിനിലും കൊച്ചിയിലും മാത്രമാണ് CPM-ന് ആകെ പ്രതീക്ഷയുള്ളത്. ഈ മൂന്നും നഷ്ടപ്പെട്ടേക്കും എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഇടുക്കിയിൽ മന്ത്രി റോഷി അടക്കം 5 പേരും 8 നിരയിൽ പൊട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ. പത്തനംതിട്ടയിൽ ആകെ വിജയ സാധ്യതയുള്ളത് കോന്നിയിൽ മാത്രമാണ്. അങ്ങനെ അടിമുടി LDF-ന് എതിരായൊരു വികാരമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ പ്രധാന കാരണം മുസ്ലിം ധ്രുവീകരണം തന്നെയാണ്. ഇത് UDF-നെ 90 സീറ്റിനപ്പുറത്തേക്ക്, ഒരുപക്ഷെ 100 സീറ്റിന് മുകളിലേക്ക് നയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല.